വി.കെ. ശ്രീകണ്ഠൻ എം.പിക്കും മാധ്യമങ്ങൾക്കും എതിരെ പാലക്കാട് നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രിയ അജയൻ. കോൺഗ്രസിലേക്ക് ക്ഷണിച്ചതിന് പിന്നാലെയാണ് പ്രിയയുടെ പോസ്റ്റ്. എന്നെക്കുറിച്ച് എഴുതുന്നവർക്ക് ഒരു സത്യം ഓർമ്മപ്പെടുത്താം. ഞാൻ എന്നും BJP RSS എന്ന എന്റെ പ്രസ്ഥാനത്തിനൊപ്പം തന്നെ. ചിലർ സ്വപ്നം കാണാം, ചിലർ പ്രചാരണം നടത്താം, പക്ഷേ ഞാൻ BJPയോടൊപ്പം ഉറച്ചു നിൽക്കുന്നവൾ. ഇതായിരുന്നു പ്രിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, എന്താണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റിന് കാരണം? ഒപ്പം തന്നെ ഈ പോസ്റ്റിന്റെ മറ്റ് വിവരങ്ങൾ കൂടി. രാഖി, പ്രധാനമായിട്ടും പാലക്കാട് നഗരസഭയിൽ നമുക്കറിയാം 2 തവണ BJP തുടർച്ചയായി അധികാരത്തിലെത്തിയ നഗരസഭയാണ്. ഇത്തവണ ഹാട്രിക് വിജയം നേടുമെന്നുള്ള വലിയ രീതിയിലുള്ള കണക്കുകൂട്ടലുകൾ ഉണ്ട്. മാത്രമല്ല, വലിയ രീതിയിലുള്ള ജനവികാരവും BJPക്കൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതി പാലക്കാട് നഗരസഭയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് BJP കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ചിട്ടയായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ചിട്ടയായുള്ള പ്രവർത്തനവുമായി BJP മുന്നോട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് ഒരു വിഭാഗം മാധ്യമങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസും BJPക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തുടങ്ങി വെച്ചിരുന്നു. അതിൽ BJPയുടെ മുതിർന്ന നേതാവായ N. ശിവരാജനെ ചൊല്ലിയും അതുപോലെ തന്നെ നഗരസഭയുടെ മുൻ ചെയർപേഴ്സണായ പ്രമീള ശശിധരനെ, അതുപോലെ തന്നെ നഗരസഭയിലെ വൈസ് ചെയർമാനായ E. കൃഷ്ണദാസിനെ, നഗരസഭയിലെ തന്നെ മുൻ ചെയർപേഴ്സണായ പ്രിയ അജയൻ, ഇവരുടെയൊക്കെ പേരുകളിൽ പല തരത്തിലുള്ള വ്യാജ വാർത്തകൾ പല കോണുകളിൽ നിന്ന് ഉയരുന്ന സാഹചര്യമുണ്ട്. ഒപ്പം കോൺഗ്രസും അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തുകയും ഇന്ന് വി.കെ. ശ്രീകണ്ഠൻ എന്ന പാലക്കാട്ടെ MP-യും ഈ പാലക്കാട് നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള വ്യക്തിയുമായ വി.കെ. ശ്രീകണ്ഠൻ എന്ന കോൺഗ്രസ് നേതാവ് വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് പ്രിയ അജയനെയും അതുപോലെ തന്നെ പ്രമീള ശശിധരനെയും BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ തരത്തിൽ BJPയിൽ അപ്പാടെ പ്രശ്നങ്ങളാണെന്ന തരത്തിലൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഈ പ്രിയയെ തനിക്ക് നന്നായിട്ട് അറിയാം, പ്രിയയുടെ കണ്ണീര് കോൺഗ്രസ്സുകാർ പലരും കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയ അജയനെ ഇത്തരത്തിൽ ഈ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നു എന്നായിരുന്നു വി.കെ. ശ്രീകണ്ഠൻ രാവിലെ പറഞ്ഞിരുന്നത്. മാധ്യമങ്ങളാണെങ്കിൽ അതിനെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് കൊടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ കോൺഗ്രസിനും അതുപോലെ തന്നെ BJPയിൽ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാനുള്ള ചില മാധ്യമങ്ങളുടെ ശ്രമത്തിനുമേറ്റ കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് പ്രിയ അജയൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളതാണ്. പ്രിയ അജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികൾ ഇങ്ങനെയാണ്: ചില വാർത്തകൾ കേട്ടു, ചിരി വന്നു. എന്നെക്കുറിച്ച് എഴുതുന്നവർക്ക് ഒരു സത്യം ഓർമ്മപ്പെടുത്താം. ഞാൻ എന്നും BJP RSS എന്ന എൻ്റെ പ്രസ്ഥാനത്തോടൊപ്പം തന്നെയാണ്. ചിലർ സ്വപ്നം കാണാം, ചിലർ പ്രചാരണം നടത്താം, പക്ഷേ ഞാൻ BJPയോടൊപ്പം ഉറച്ചു നിൽക്കുന്നവളാണ്. ഇന്നലെ പറഞ്ഞ വാക്ക് ഇന്നും അതേ ശക്തിയോടെ പറയുന്നു. മൂല്യമുള്ളവർക്ക് പാർട്ടി ഒരു സ്ഥാനമല്ല, ഒരു പ്രതിജ്ഞയാണ്. എന്നും പ്രസ്ഥാനത്തിനൊപ്പം എന്ന് പ്രിയ അജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഏതായാലും പ്രിയ അജയനെ കുറിച്ച് ഉൾപ്പെടെ പല തരത്തിലുള്ള വാർത്തകളും മറ്റുമൊക്കെ നിറയുന്ന സമയത്താണ് അവർ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ താൻ എന്നും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഒപ്പമാണ്, സ്ഥാനമല്ല പ്രസ്ഥാനമാണ് വലുത് എന്നുള്ളത് തന്നെയാണ് പ്രിയ അജയൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഏതായാലും നേരത്തെ N. ശിവരാജനും അതുപോലെ തന്നെ E. കൃഷ്ണദാസും അതുപോലെ തന്നെ പ്രമീള ശശിധരനും ഒക്കെ സമാനമായ രീതിയിൽ ഈ മാധ്യമങ്ങളും മറ്റും നൽകുന്ന അതല്ലെങ്കിൽ കോൺഗ്രസ് പടച്ചുവിടുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ പ്രസ്ഥാനത്തിനൊപ്പം അടിയുറച്ച് നിൽക്കുന്ന ആളുകളാണെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ പ്രിയ അജയൻ കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് താൻ പ്രസ്ഥാനത്തോടൊപ്പമാണ്, അതല്ലാതെ മറിച്ചുള്ള കാര്യങ്ങൾ അതെല്ലാം വ്യാജമാണ് എന്നും ചില വാർത്തകൾ കേൾക്കുമ്പോൾ ചിരി വരുന്നു എന്നുൾപ്പെടെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്.